ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ പട്ടികയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ എല്ലാം പ്രിഫറൻസ് ലിസ്റ്റിൽ ആദ്യത്തെ സ്ഥാനം അലങ്കരിക്കുന്ന മെഡിക്കൽ കോളേജുകളിലൊന്നാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ സ്വന്തം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇത്തവണ 2024 നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത രണ്ട് വിദ്യാർത്ഥികളാണ് എനിക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ രണ്ട് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികളായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികളാണ്. ക്ലാസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ക്യാമ്പസിൽ ഒന്നും കൂടെ അവർ കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. പഴയ ഹോസ്റ്റലും അവരുടെ ഹോസ്റ്റലിലേക്ക് ഒന്ന് പോയി, അതുപോലെ തന്നെ ക്യാമ്പസിലെ അധ്യാപകരൊക്കെ ഒന്ന് കണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിനും അനുഗ്രഹമൊക്കെ ഏറ്റുവാങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് വന്നവരാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. മുസ്തഫയും ആൽവിനും അല്ലേ? എവിടെ മുസ്തഫ, എവിടെ സ്ഥലം? ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. സ്ഥലം പെരിന്തൽമണ്ണ അല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു നീറ്റ് ജേണി 2024? നീറ്റ് ജേണി 2024 പറഞ്ഞാൽ കുറെ പ്രതീക്ഷകളായിട്ട് വന്നാണ്. ബ്രില്യനിൽ എത്തി, അത് ഏറ്റവും വലിയ കാര്യം. ബ്രില്യനിൽ എത്തിയോണ്ട് അത് ഏറ്റവും അതിന്റെ ഫുള്ളസ്റ്റിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ. മുസ്തഫയുടെ മാർക്ക് ഞാൻ 685 സ്കോർ ചെയ്തു. ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരു ആദ്യത്തെ ഒരു ആഗ്രഹം വരുന്നതായിരിക്കുമല്ലോ തിരുവനന്തപുരം, അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ. അപ്പോൾ അത് തന്നെ സാധ്യമാക്കി, അത് തന്നെയായിരുന്നു ആഗ്രഹം. കേരളത്തിൽ പഠിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ വീട്ടുകാർക്കും കേരളത്തിൽ തന്നെ മതി എന്നുള്ള താല്പര്യക്കാരായിരുന്നു. പിന്നെ തിരുവനന്തപുരം കിട്ടിയപ്പോൾ അവിടെ തന്നെ ചൂസ് ചെയ്തു. അപ്പോൾ തിരുവനന്തപുരം കിട്ടി കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു പേരൻസ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്? എന്നെക്കാളും കൂടുതൽ ഹാപ്പി അവരായിരുന്നു എന്നെ കൂട്ടി അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ. എപ്പോഴും അവരായിരുന്നു മുന്നിൽ എന്നെക്കായും. അപ്പൊ അവരെ സന്തോഷം കണ്ടപ്പോൾ ഐ എം ഹാപ്പി ഫോർ ദം. അങ്ങനെ ക്ലാസ് എന്ന് തുടങ്ങുന്നത്? ക്ലാസ് ഇപ്പോൾ 14 സ്റ്റാർട്ട് ചെയ്യും. 14 സ്റ്റാർട്ട് ചെയ്യും അല്ലേ? പിന്നെ കുറച്ച് ദിവസം കൂടി. ഓക്കെ. ക്യാമ്പസിലൊക്കെ പോയി, ക്യാമ്പസിൽ ഇഷ്ടപ്പെട്ടു? ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബ്രില്യനിൽ വന്നത്. സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? സ്കൂൾ ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചത്. പെരിന്തൽമണ്ണ താഴെക്കോട് താഴെക്കോട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? മെഡിക്കൽ ഫീൽഡ് ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ട്യൂഷനും ആയിരുന്നു. ട്യൂഷന്റെ ഒപ്പം തന്നെ ചെറുതായിട്ടൊരു എൻട്രൻസ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ക്രാഷ് കോഴ്സ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഏതായിരുന്നു ഇവിടുത്തെ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്? ഞാൻ S20. ഓക്കെ. അപ്പോൾ രണ്ടുപേരും ഒരേ ഹോസ്റ്റലാണല്ലേ? ഞങ്ങൾ ഏഞ്ചൽ ഹോസ്റ്റലായിരുന്നു. എങ്ങനെയായിരുന്നു ഹോസ്റ്റൽ ലൈഫും കാര്യങ്ങളും ഒക്കെ? മലപ്പുറത്ത് ഇവിടെ വന്ന് ഹോസ്റ്റലിലേക്ക് നിന്ന് പഠിക്കും. ആദ്യമായിട്ടാണ് ഹോസ്റ്റൽ ലൈഫ് ആസ്വദിക്കുന്നത്? അതായത് പ്ലസ് 2 വരെ വേറെ ഹോസ്റ്റൽ കാര്യങ്ങളൊന്നും? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ആദ്യമായിട്ടും സ്ഥലം, വീട് മാറുന്നു, വേറെ സ്ഥലത്തേക്ക് വരികയാണ്, ഒരുപാട് ദൂരം അല്ലേ? പക്ഷെ പിന്നെ വീട്ടുകാര് പറഞ്ഞു ശരിയാക്കി എടുത്തു. ബ്രില്യനിലെ അറ്റ്മോസ്ഫിയർ നല്ലതായിരുന്നു. ഒരു പ്രഷർ ബിൽഡ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. നമ്മളെ കാമായിട്ടുള്ള ഒരു പഠിക്കാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ. ഹോസ്റ്റലാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ഒരു റൂമിൽ 2 പേര് മാത്രം. നല്ല ഞങ്ങളെ വാർഡൻ അജിത് സാർ, അലൻ സാർ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴും റൗണ്ട്സിന് വരും. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞാൽ മതി, സാർ ക്ലിയർ ചെയ്യും. പിന്നെ ഇപ്പോൾ ക്ലാസ് ടീച്ചർ മറിയൻ മാം, മിസ്സായിരുന്നു ഞങ്ങളെ ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത മിസ് ആയിരുന്നു. നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മിസ് ക്ലിയർ ചെയ്യും. ഇപ്പൊ മോഡലിന് ചെറുതായിട്ടൊന്ന് ബാക്കി പോയാൽ തന്നെ മിസ്സിനെ ടെൻഷൻ നമ്മളെക്കായി. എടാ എന്താ പറ്റിയടാ, നിന്റെ റാങ്ക് 500 ആയല്ലോ, നീ 200 കടന്നല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് മിസ്സിന് ടെൻഷൻ അടിക്കും. പിന്നെ മിസ് പറഞ്ഞ് ശരിയാക്കി അങ്ങനെ ലാസ്റ്റ് അങ്ങനെ നല്ലൊരു സ്കോർ നേടി. ഇപ്പൊ മിസ്സിനെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ വന്നത്. മിസ്സിന് ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് മാർക്ക് കൂടുതൽ മേടിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ? ഇപ്പോൾ നമ്മുടെ പുതിയ വിദ്യാർത്ഥികൾക്കും കൂടി അതൊരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു പഠിച്ച് വന്നതെന്നുള്ളത്. അതായത് ഇപ്പോൾ ക്ലാസ്സിന് ശേഷം റെഫറൻസിന് ടൈം കൂടുതൽ കണ്ടെത്തുമായിരുന്നോ, അതോ ഹോസ്റ്റലിൽ പോയിരുന്നു പഠിക്കുമായിരുന്നോ, വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്ന ഒരു രീതിയായിരുന്നോ, അതോ വൈകുന്നേരം സമയം കണ്ടെത്തുമായിരുന്നോ? എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ? ഞാൻ സ്ട്രിക്ട്ലി ബ്രില്യന്റെ പ്ലാനാണ് ഫോളോ ചെയ്തത്. എന്റേതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ബ്രില്യന്റിന്റെ പ്ലാൻ ഇനഫ് ചെയ്യും. രാവിലെ ഞങ്ങൾ 7 ബാച്ച് ചെയ്യുന്നു. അപ്പോൾ രാവിലെ ലൈക്ക് ഒരു നോർമൽ ഒരു 5-6 മണിയാകുമ്പോൾ എണീക്കും, ബ്രില്യനിൽ വരും, ഇവിടുത്തെ ക്ലാസ് കഴിയും. ക്ലാസ് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാ എക്സാംസും ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലിൽ രണ്ട് പേരുടെ റൂമിൽ പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഹോസ്റ്റലിൽ തന്നെ ലൈബ്രറി എല്ലാം അവൈലബിൾ ആണ്. പിന്നെ റെഫറൻസിന് വേണ്ടി ആവശ്യം ഉണ്ടായിട്ടില്ല, കാരണം ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ സാറ് ഇവിടെ വിടും, അല്ലെങ്കിൽ സാറ് വാട്സപ്പിലാണെങ്കിലും സാറുമാർക്ക് ഡൗട്ട് അയച്ചു കൊടുത്തിട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പൊ പിന്നെ റെഫറൻസിനാണ് അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, ഹോസ്റ്റൽ തൊട്ടടുത്തായതുകൊണ്ട്. ബ്രില്യന്റ് പ്ലാനാണ് ഞാൻ ഫോളോ ചെയ്തത്. ക്ലാസ്സിൽ വരും, ക്ലാസ് കൃത്യമായിട്ട് കേൾക്കും, അതിന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ അന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പിന്നെ അന്നത്തെ ഡെയിലി പോർഷൻസ് ഞാൻ കവർ ചെയ്യാൻ സ്ട്രിക്റ്റ് ആയിട്ട് ശ്രമിച്ചിരുന്നു. അങ്ങനെ പിന്നെ വീക്ക്ലി എക്സാം ഉണ്ടാവും നമുക്ക് ഒരു വീക്ക് കഴിയുമ്പോൾ. അപ്പൊ ആ വീക്ക് എക്സാമിന് വേണ്ടിയിട്ട് കവർ അപ്പ് ചെയ്യും ഒരു ത്രൂ ഔട്ട് ഒരു വീക്ക്. ലാസ്റ്റത്തെ 2 ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ മൺഡേ ഉള്ള വീക്കിലേക്ക് അപ്പിയർ ചെയ്യും. അങ്ങനെയായിരുന്നു എന്റെ സ്റ്റഡി. ഈ വീക്കിലി എക്സാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീക്കിലി എക്സാംസ് ഉണ്ട്, അതിന് ശേഷം മോഡൽ റിപ്പോർട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു മാർക്കിന് ഒരു വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അതായത് അവസാനം നീറ്റിന് കിട്ടിയ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയിരുന്നോ സ്കോർ? എനിക്ക് വീക്കിലിനേക്കായി സ്കോർ ചെയ്യാൻ പറ്റിയത് മോഡലായിരുന്നു. വീക്കിലിക്ക് ഞാനൊരു 650+ ആ റേഞ്ചിലായിരുന്നു, ഒരു 670 അത്രയൊക്കെ ഉള്ളു. പക്ഷേ
മോഡൽ എത്തിയപ്പോൾ ഒരു 690 to 685+ എല്ലാ എക്സാമിനും സ്കോർ ചെയ്യാൻ ശ്രമിച്ചു. സ്കോർ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ആവറേജ് തന്നെയാണ് നീറ്റിന് സ്കോർ ചെയ്തത്. അപ്പോൾ ആൽവിന്റെ സ്കോർ എത്രയായിരുന്നു? എന്റെ 690 സ്കോറാണ്. 690. എവിടെയാണ് സ്ഥലം മോനെ? എന്റെ വീട് കോതമംഗലം, എറണാകുളം ജില്ലയിൽ തന്നെ, കോതമംഗലത്താണ് അല്ലേ? അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു ഒരു ആഗ്രഹം? എന്റെ ഡ്രീം കോളേജും ട്രിവാൻഡ്രം ആയിരുന്നു. എനിക്ക് അത് സാധിക്കാൻ നല്ല രീതിയിൽ സാധിച്ചല്ലേ? അപ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാർ നല്ല ഹാപ്പിയാണ്. എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു 8 മാർക്കിന്റെ ഇതിലാണ് എനിക്ക് മിസ്സായത്. അപ്പൊ ഈ വർഷം ഒരു ടോപ്പ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞ ഒരു ഫാമിലിക്കും ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ്. അപ്പോൾ എവിടെയായിരുന്നു സ്കൂൾ പഠനവും കാര്യങ്ങളൊക്കെ? എന്റെ വീട് സ്കൂള് എല്ലാം കോതമംഗലത്ത് തന്നെയായിരുന്നു. ഗ്രീൻ വാലി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടുന്ന് തന്നെ എനിക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ +1 +2 ബ്രില്യന്റിന്റെ ലോങ് ടേം ബാച്ചിലും പഠിച്ചതായിരുന്നു. അപ്പൊ അതും എന്നെ വളരെയധികം ആ വർഷം നല്ല രീതിയിലുള്ള സ്കോറിലേക്ക് എത്താൻ നല്ല രീതിയിൽ സാധിച്ചു. പക്ഷെ ആ ഒരു കുറവുകളെ ഞാൻ നികത്താൻ വേണ്ടി ഇവിടെ രണ്ടാമത് റിപ്പീറ്റിന് വേണ്ടി ജോയിൻ ചെയ്തപ്പോൾ എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഞാൻ തിരുത്തി അങ്ങനെ നല്ലൊരു സ്കോറിലേക്ക് എത്തി. ഈ വർഷം അഡ്മിഷൻ നേടി. അപ്പോൾ ആൽവിന്റെ സ്കൂൾ പഠനകാലത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നോ? അതോ +2 ശേഷം ഒരു മെഡിസിൻ എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലേക്ക് വന്നതാണോ? അതോ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ അങ്ങനെ? എനിക്ക് 10th ആയപ്പോഴാണ് നമ്മൾ ഒരു സയൻസ് കൊമേഴ്സ് വേണോ ഒരു ഇതിലേക്ക് എത്തണത്. അപ്പൊ നമുക്ക് സയൻസ് എടുത്തു. അപ്പൊ എനിക്ക് പതുക്കെ മെഡിസിനിലേക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അതുമല്ല എന്റെ കസിൻസ് എല്ലാം മെഡിസിൻ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ നേടിയിട്ട് ഞാൻ 10th ആയപ്പോൾ തന്നെ ബ്രില്യനിൽ ജോയിൻ ചെയ്തു. അങ്ങനെ മെഡിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. കുടുംബത്തിലെ ഫാമിലിയിൽ കസിൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഒരു ശ്രേണിയിലേക്ക് തന്നെ ഞാൻ ആ വഴിയിലേക്ക് പോകുന്നു. പേരൻസ് ഒക്കെ എന്താ ചെയ്യുന്നത്? എന്റെ പപ്പ റിട്ടയർഡ് വില്ലേജ് ഓഫീസർ ആയിരുന്നു. അമ്മ കോതമംഗലത്ത് തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിട്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേ ഹോസ്റ്റലായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ഹോസ്റ്റൽ സൗഹൃദം കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാറുണ്ടായിരുന്നോ? അതുപോലെ തന്നെ ഇപ്പോ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എക്സാമിന് ശേഷം ഒരു ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ തന്നെയായിരുന്നു. കാര്യം ഞങ്ങൾ അത്യാവശ്യം മാർക്ക് കമ്പയർ ചെയ്യും. ഏതൊക്കെയാണ് ഞങ്ങളുടെ ഫോൾട്ട് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ കമ്പയർ ചെയ്യും. അങ്ങനെ രണ്ടുപേരും മ്യൂച്വലി റെസ്പെക്ട് ചെയ്തും അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഒട്ടും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പേ അല്ലായിരുന്നു. അതുപോലെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വിളിച്ചത് മുസ്തഫേനെ ആയിരുന്നു. കഴിഞ്ഞിട്ട് ഓക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഓക്കെ നല്ല സ്കോറിലേക്ക് എത്തി. അങ്ങനെ ട്രിവാൻഡ്രത്തിലേക്ക് എത്തി. അപ്പൊ ആ ഒരു ഇതാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളുടെ മാർക്കുകൾ തമ്മിലും വലിയ വ്യത്യാസങ്ങളില്ല. ഞങ്ങള് വെൻസ്റ്റാറ്റിൽ എന്തെങ്കിലും ചെറിയ കാര്യം കണ്ടു എല്ലാരും പരസ്പരം ഷെയർ ചെയ്യും. ഞങ്ങള് എടുത്തുള്ള റൂമുകാര് എല്ലാരും നീ ഇത് കണ്ടോ ഞാനിത് കണ്ടു അങ്ങനെ നമ്മള് എന്തെങ്കിലും നമ്മള് കണ്ടിട്ടില്ലാത്തൊരു സാധനം പുതിയത് കാണുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ബ്രെയിൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കും അതെ നല്ലൊരു സ്കോറിലേക്ക് എന്ന് പഠിക്കാനൊക്കെ പറ്റുന്ന അല്ലെ ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ പോയിരുന്നോ? അപ്പം അഡ്മിഷൻ ഒക്കെ എടുക്കാൻ പോയായിരുന്നു. എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസാണ്. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് പൊതുവെ അടുത്തുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അങ്ങനെ കോട്ടയം എനിക്ക് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ട്രിവാൻഡ്രം അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ക്യാമ്പസാണ്. അതുപോലെയല്ല അവിടെ RCC പിന്നെ കാഷ്വാലിറ്റി അങ്ങനെ ഡെന്റൽ കോളേജ് നഴ്സിംഗ് കോളേജ് വലിയൊരു ക്യാമ്പസാണ്. നല്ലൊരു എക്സ്പോഷർ അവിടുന്ന് കിട്ടുമെന്ന് നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. അതെ, അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അക്കാഡമിക്കലി ആണെങ്കിലും നോൺ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അതുപോലെ സീനിയേഴ്സും നല്ല സപ്പോർട്ടീവ് ആയിട്ടാണ്. സീനിയേഴ്സിനൊക്കെ പരിചയപ്പെട്ടോ? സീനിയേഴ്സിനൊക്കെ പരിചയപ്പെട്ടു. എല്ലാ ഗ്രൂപ്പായിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്ത് ഒരു ഞങ്ങളുടെ ഇടയിൽ ഒരു കോണ്ടാക്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഈ വർഷം പിന്നെ കുറച്ച് അലോട്ട്മെന്റ് വൈകിയല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഒരു മനസ്സുകളിലെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യണത്, ഒരു റാപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. ഞാൻ ഇപ്പൊ ട്രിവാൻഡ്രം സീനിയേഴ്സിനെ കുറിച്ച് അവര് വൺ ഓഫ് ദി ബെസ്റ്റ് സപ്പോർട്ടീവ് സീനിയേഴ്സ് ആണ് ഇവിടെ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അത് ഞങ്ങളുടെ റിയലി പ്രൗഡാണ് ആ കാര്യത്തില്. സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രില്യൻ കൂട്ടായ്മയിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ബ്രില്യന്റിൽ നിന്ന് തന്നെയാണ് ഒരു ഹോൾ മെജോറിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നാലും നമ്മൾ പരിചയമുള്ളവർ മാത്രമാണ് അവിടെ ഉണ്ടാവുള്ളൂ മിക്കവാറും. ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഇപ്പൊ ഏകദേശം 5-6 പേര് അവിടെ ഉണ്ട്. അത് പല പല ബാച്ചുകളായിട്ട് പല ബാച്ചുകളായിട്ടുള്ളവര്. അപ്പൊ ഏതൊരു നീറ്റ് ആസ്പിരന്റിന്റെയും സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ രണ്ടുപേരും എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പ്രയത്നിച്ചു. അതിൻ്റെയൊക്കെ ഒരു ഫലം ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ, ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള പരീക്ഷകളിലും അതുപോലെ തന്നെ ഇനിയുള്ള കടമ്പകളിലെല്ലാം ഇതുപോലെ തന്നെ സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം. അപ്പം അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ബ്രില്യന്റിലേക്ക് വരിക, അധ്യാപകരെയൊക്കെ കണ്ട് ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി പങ്കുവെക്കുക. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.